നല്ല കോമഡി ആയിട്ട് തോന്നി. അച്ഛൻ മരിച്ചുപോയി 1947. നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിച്ചു. നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ ഉള്ളതുപോലെ പറയുന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാൻമണി ദാസ് എന്ന് പറയുന്ന നമ്മുടെ ജാനു പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ, പെട്ടിരിക്കുകയാണ്. ഇനി കര കയറണമെങ്കിൽ എൻ്റെ പൊന്ന് ജാനു ഭയങ്കര പണി തന്നെയാണ്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ചിലപ്പോൾ കേസുകൾ വരാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതായത് കൊടുത്ത് ഇങ്ങനെ കേസ് കൊടുക്കാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു പ്രധാനമന്ത്രിയൊക്കെ പറയുമ്പോൾ, കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. നമ്മളിനി രാഷ്ട്രീയമായിട്ട് നമുക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. നമ്മൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ഇന്ത്യ, നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇനി എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ അതിലല്ലേ അറിയപ്പെടുക. നമ്മൾ ഇനിയിപ്പോൾ എനിക്ക് കഴിയില്ല, എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഭിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ അല്ലെങ്കിൽ പ്രധാനമന്ത്രി, നമ്മുടെ രാഷ്ട്രപതി, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, ഇപ്പം നമ്മളിനി ഏത് രാഷ്ട്രീയക്കാരനായി കഴിഞ്ഞാലും എന്തെന്നായി കഴിഞ്ഞാലും നമ്മളെ മുഖ്യമന്ത്രി ആരാണ്? ഇപ്പോഴും VD സതീശൻ സാറാണ്. ആ VD സതീശൻ സാറെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം മുമ്പ് ഗൾഫിൽ 8 ലക്ഷം രൂപ സാലറി മേടിക്കുന്ന ഒരു മാന്യൻ ഉണ്ടായിരുന്നു. ആ മാന്യൻ എന്ത് ചെയ്തു വെച്ചാൽ പിണറായി വിജയനെ പച്ച തെറിയങ്ങ് പറഞ്ഞു. അതായത് 2 ദിവസത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ അവനെ നാട് കടത്തിയിട്ട് ഡൽഹിയിലേക്ക് വിട്ടു. ഇന്ന് അയാൾ പട്ടിണി കൊണ്ട് നരകിക്കുകയാണ്. കാരണം എന്താ അറിയാ, അയാൾക്ക് പിന്നീട് ഒരു ഗൾഫ് കൺട്രിയിലേക്കും പോകാൻ കഴിഞ്ഞിട്ടില്ല. 8 ലക്ഷം രൂപ സാലറി വാങ്ങിക്കുന്ന ഒരു മനുഷ്യനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, ഒറ്റ തെറി കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ജോലിയും പോയി, കാര്യങ്ങളും പോയി, ലൈഫും പോയി, ഭാര്യ വരെ ഒഴിവാക്കി എന്നാണ് കേൾക്കുന്നത്. അപ്പം അങ്ങനെ തൊലഞ്ഞു പോയൊരു മനുഷ്യനാണത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഖത്തറിൽ ഇരുന്നു കൊണ്ട് ഒരു ടീച്ചർ അവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ്. ഇതുപോലെ നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി എന്തോ പറഞ്ഞതാണ്. അന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അവരെ തൂക്കിയെടുത്ത് ജയിലിലിടുകയും ചെയ്തു. അതുമാത്രവുമല്ല അവരുടെ ജോലിയും പോയി. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നാട് കടത്തുകയും ചെയ്തു. ഇനി അവർക്ക് അങ്ങോട്ട് ഖത്തറിൽ നല്ല ഒരു ഗൾഫ് രാജ്യത്തേക്കും പോകാൻ കഴിയില്ല. അതായത് ജാൻമണി ദാസ് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് മാപ്പ് പറയാനുള്ള ആ ഒരു മൈക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഭാരതത്തിന്റെ മാത്രം ഒരു കഴിവാണ്. വേറെ ഒരു രാജ്യത്തും ഈ ഒരു കഴിവ് കിട്ടിയെന്ന് വരില്ല. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, പച്ചക്കൊരു തെറിയല്ലേ പറഞ്ഞത്. നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും രണ്ടാമതൊന്ന് ആലോചിക്കണം. ഇതിപ്പോഴും ജാൻമണിക്ക് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാൻമണിയെ കുറേ ആൾക്കാർ അതായത് കൂട്ടി പരിഞ്ഞോ ഞാൻ പറഞ്ഞല്ലോ, ഈ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓവർ തന്നെയാണ്. ഓവർ അല്ല എന്നൊന്നും പറയാൻ പറ്റൂല. ഭയങ്കര ഓവറും ഇച്ചിരി അഹങ്കാരവും ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് ഞാൻ ബിഗ് ബോസിന്റെ വലിയ താരമാണെന്നോ എന്തൊക്കെ വിചാരമാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ജാൻമണി ദാസ് നല്ല രീതിയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ജാൻമണിയോട് എനിക്ക് പറയാനുള്ളത് മാപ്പിലൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഇതൊരു വലിയ സംഭവം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞല്ലോ, വ്യത്യസ്ത അഭിപ്രായങ്ങളും അതുപോലെ വ്യത്യസ്ത രാഷ്ട്രീയവും എല്ലാം നമുക്കുണ്ടെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ്. അത് മനസ്സിലാക്കണം. അല്ലാതെ നമ്മളിനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിട്ട് ചില ആൾക്കാർ പ്രധാനമന്ത്രി എന്നാടാ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ നമുക്ക് അംഗീകരിച്ചേ മതിയാവൂ. കാരണം നമ്മൾ രാജ്യത്ത് നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയല്ലേ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയേണ്ടത്, പിന്നെ മുഖ്യമന്ത്രി, നമ്മുടെ മന്ത്രിമാർ, അതുപോലെ ഒരാളെ പോലും അങ്ങനെ പറയാൻ പാടില്ല. എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്മാരെ പോലും എന്ന് പറഞ്ഞാൽ ജാൻമണി പറഞ്ഞ പോലെ പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരിക്കും നമ്മളെ കേരളക്കാർ ചെയ്യുന്നത് എന്താണ്, ആ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായി പോകുമായിരുന്നു പിന്നീട്. അത്രയല്ലേ ഉള്ളൂ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തന്തക്ക് പറയുക എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ മാപ്പും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഏതായാലും ഭയങ്കരമായിട്ട് ഭയന്നിട്ടുണ്ട് ജാൻമണി. അതായത് മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി കയറി നിരങ്ങേണ്ടി വരും. ഈ പറയുന്ന ഒരു കുഞ്ഞുങ്ങൾ പോലും കൂടി ഉണ്ടാവില്ല. അതായത് എവിടെയെങ്കിലും ഒന്ന് പെട്ടോക്കട്ടെ, ഇപ്പോഴേ എൻ്റെ കൊറ്റേ എന്നെൻ്റെ എന്നെല്ലാം പറയുന്നില്ലേ, ഒരാൾ പോലും കൂടി ഉണ്ടാവില്ല. അതാണ് കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ ഇവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ, അതായത് ഇപ്പോൾ ജാൻമണി തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് പോയതെന്ന് ഇപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത്. ഇവർക്കൊന്ന് വൈറലാകാനും ഇവർക്കൊന്ന് ആളാകാനും ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഇതാകാനും ഇതിനു വേണ്ടിയിട്ടൊക്കെയാണ്. അതായത് നമ്മുടെ പിന്നെ ഇവിടുന്ന് കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് വൈറലായാലോ എന്ന് കരുതിയിട്ട്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യണമായിരുന്നു, സമരത്തിന്റെ മുന്നിൽ പോയി നിൽക്കണ്ടേ, അവിടെയൊന്നും നിൽക്കില്ലട്ടാ. മേക്കപ്പ് പോകാത്ത അങ്ങനെയൊക്കെ നിന്നിട്ടുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവർ തിരിച്ചു വന്നിട്ടും ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ പറയുന്ന ടീമോ ഈ ജാൻമണി ഇങ്ങനെ ഇരികേറ്റിയ ടീമോ
ഒരാൾ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഉണ്ടാവില്ല മക്കളെ, ഇതിൻ്റെ കൂടെ ഉണ്ടാവില്ല. ഇപ്പോഴേ ജാൻമണി മാപ്പേ മാപ്പേ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. പക്ഷേ ജാൻമണിക്ക് മാപ്പ് കിട്ടണമെങ്കിൽ വലിയ പ്രശ്നം തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഒരു കാരണവശാലും നമ്മൾക്കിത് അംഗീകരിക്കാൻ പറ്റൂല, വളരെ മോശമാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് പല സ്ഥലങ്ങളിലും പോകുന്നതാണ്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. പല തരത്തിലുള്ള ആൾക്കാരുടെ കയ്യിലും എത്തുന്നതാണ്. അപ്പം ചില ആൾക്കാർ ഇതിന് കൈയടിച്ചിട്ടുണ്ടാവും, ചില ആൾക്കാർക്ക് ഇത് സന്തോഷം തരുന്നതായിരിക്കും. പക്ഷേ അവർ പോലും മര്യാദയ്ക്ക് ഒരു കമൻറ്റ് പോലും ഇടൂല. കാരണം ഇത് അത്ര വലിയ പ്രശ്നം തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു നിസാര കാര്യമൊന്നുമല്ല, അത് മനസ്സിലാക്കണം. ഇവിടെ ഇപ്പോഴും പല ആൾക്കാരും നിസാര കാര്യം പോലെയാണ് ഇത് ചെയ്യുന്നത്. ഒരിക്കലും അല്ല മക്കളെ. എന്തോ ഭാഗ്യത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒതുങ്ങിയെന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ ജാൻമണിക്ക് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ലോകം തെച്ചുള്ള ഈടത്തേച്ചും പോകേണ്ടി വരുവാണ്. അത്രമാത്രം ഭയന്ന് ഇനിയെങ്കിലും എല്ലാവരോടും പറയുകയാണ്, ഇനിയെങ്കിലും നിങ്ങൾ സംസാരിക്കുമ്പോഴൊന്ന് നോക്കി സംസാരിക്ക്. ഇവിടെ ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ പറയുന്നത്, ഇങ്ങനെ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒരുത്തനും ഉണ്ടാവില്ല തിരിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നല്ലോണം പെട്ട് ഇനി ജാൻമണി ഈ ഏരിയയിലേക്ക് വരില്ല. അതാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഏരിയയിലേക്ക് വന്നിട്ട് അയാൾ ഒരു വർത്തമാനം പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചത്തടിയും നിലവിളിയും തുടങ്ങിക്കഴിഞ്ഞു. അതുണ്ടാകും, ഇല്ലാതിരിക്കത്തില്ല. കാരണം ആ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ഞാൻ അതിശയപ്പെട്ടു, ഭഗവാനെ ഇതെന്താ പറയുന്നത്, ഈ മനുഷ്യൻ എന്താ പറയുന്നതെന്ന് ആലോചിച്ചിട്ട് നമ്മളിൽ അതിശയപ്പെട്ടു പോയായിരുന്നു. അതെ, എനിക്ക് അപ്പോൾ ആ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയൊക്കെ പറയുമോ ഒരാള്, ഇങ്ങനെയൊക്കെ ഒരാളെ പച്ചയൊക്കെ പറയുമോ? അത് മാത്രമല്ല, ഇന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട എല്ലാ വഴികളും ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ നോക്കിയാൽ പോരെ. എന്നിട്ട് ഇസ്തി പറയുകയാണ് വളരെ നുണയാന്ന് പറയുന്നത്. നുണ പറഞ്ഞുകൊണ്ട് ഒരാളെ തന്തൊക്കെ വിളിക്കാൻ നുണ പറയുകയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലിബ്രിറ്റി ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ആ ഒരു തൊഴിലിനെ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണം കെടുത്തരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ മോശമായ ഒരു പ്രവൃത്തി തന്നെയാണ്. ഒരാൾ പോലും ഇതിനെ പിന്തുണക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല രീതിയിൽ അനുഭവിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ആസാമിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയൊന്നും വെച്ചിങ്ങനെ പറയത്തേയില്ല കേട്ടാ. അവിടെയൊന്നും വെച്ചിങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ സൗജന്യമൊന്നും കിട്ടത്തില്ല. നിമിഷ നേരം കൊണ്ട് അവർ തൂക്കിയെടുത്ത് കൊണ്ടുപോകാറുണ്ട്. ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ആയതുകൊണ്ട് ഒരു സൗജന്യം കിട്ടിയതാണെന്നാണ് എനിക്ക് തോന്നിയത്. ഏതായാലും ജാൻമണി ദാസ് ഇപ്പോഴും മാപ്പും പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ സംഘികൾ ഒരാൾ പോലും വെറുതെ വിടുന്ന എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം കമൻറ്റുകളാണ് വരുന്നത്. കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 കമൻറ്റ് തന്നെയാണ്. കമൻറ്റാന്ന് സഹിച്ചുകൂടാതിട്ടാ. ഈ കമൻറ്റ് കേട്ടാൽ തന്നെ എന്ന് പറഞ്ഞാൽ ഭയന്ന് പോകാറുണ്ട്, പാനിക്കായി പോകും നമ്മൾ. അതെന്താ വെച്ചാൽ അമ്മാതിരി കമൻറ്റാണ് വരുന്നത്. അതായത് ശരിക്കും ജാൻമണിക്ക് ശരിക്കും ശിക്ഷ കിട്ടി. ഈ 2 ദിവസം കൊണ്ട് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയന്നിട്ട് അത്രമാത്രം കമൻറ്റുകളാണ് ഈ കേസിനെ കണ്ടിട്ട്. ഈ കമൻറ്റുകൾ മാനസികപരമായിട്ട് തകർക്കുവാണെന്ന്. അതുകൊണ്ട് പറയാന്ന് എൻ്റെ പൊന്നു മക്കളെ, അങ്ങനെയൊന്നും ആരും തന്തക്കോ നല്ലക്കൊന്നും വിളിക്കാൻ പാടില്ല കേട്ടാ. വിളിച്ചു കഴിഞ്ഞാൽ വിവരം അറിയോ. നമ്മൾ വിചാരിക്കുന്ന എന്താ പറയുക, നമുക്ക് സപ്പോർട്ട് കുറേ കിട്ടും, കയ്യടി കുറേ കിട്ടും, ഒരു തേങ്ങാക്കൊലയും കിട്ടത്തില്ല. അനുഭവിക്കേണ്ടത് നമ്മൾ മാത്രമായിരിക്കുമായിരുന്നു. അതുകൊണ്ട് പറയുകയാണ്, അവനവൻ്റെ കാര്യം നോക്കി നിന്നാ പോരേടേ. നന്ദി, നമസ്കാരം.